ഇപ്പൊ നമുക്ക് 24-ൽ ലോക്സഭാ ഇലക്ഷൻ, 25-ൽ ലോക്കൽ ബോഡി ഇലക്ഷൻ, 26-ൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചുകൂടാ. ഈ ഇലക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്. ഉച്ചഭാഷണികളുടെ അതിപ്രസരം, സ്ഥാനാർത്ഥികൾ, അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടിപ്പോയതുകൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ കയറി ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 50-55 ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഇതിന്റെ എല്ലാം ചെലവ് ഈ പറയുന്ന 12 പോയിന്റുകളിൽ ഇത് വലിയൊരു ധൂർത്ത്, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന സമയവും പണവും ഒക്കെ ദുർവ്യയം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഡിസ്കഷണൽ പോയിന്റ്സ് ഒക്കെ ഒരു സൈഡിലുണ്ട്. എന്റെ ഒരു അഭിപ്രായം, ഒരു സോണില് ഇലക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യം പോളിംഗ് ദിവസത്തിന് 17 ദിവസം മുമ്പ്, അതായത് 15 ദിവസത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രചരണത്തിന്റെ അവസരം കൊടുക്കരുതെന്നാണ് എന്റെ ആദ്യത്തെ അഭ്യർത്ഥന. അത് ഞാൻ എന്റെ റിപ്പോർട്ടിൽ ഞാൻ രേഖപ്പെടുത്തും. അത്യാവശ്യം വേണ്ടതാണ് പോസ്റ്ററുകൾ, ഈക്കോ ഫ്രണ്ട്ലി പോസ്റ്റേഴ്സ്, പേപ്പറിൽ അച്ചടിക്കുന്ന ഇന്ന സൈസിലുള്ള ഇത്ര പോസ്റ്റർ അടിക്കാം, അതിൽ കൂടുതൽ പോസ്റ്റർ അടിച്ചാൽ ഡീബാർ ചെയ്യും എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ കണിശമായ നിയമങ്ങളൊക്കെ വരണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് 75 ലക്ഷത്തിലും 1 കോടിയിലും നിങ്ങൾ ചെലവൊതുക്കണമെന്ന് മറുപക്ഷത്ത് ഒരു വലിയ വൈരുദ്ധ്യം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ദിവസം റെസ്ട്രിക്ട് ചെയ്യണം. പൊതുജനങ്ങൾക്കാണ് ഇത് മൂലമുള്ള ശല്യം ഒഴിവായി കിട്ടുന്നത്. ഞാൻ പ്രവർത്തനത്തിന് വേണ്ടി ഒരു രഥവുമായി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം ഇന്ധനമാണ് ഐഡ്ലിംഗിലൂടെ, റോഡ് ബ്ലോക്കിലൂടെ എത്രമാത്രം ഐഡ്ലിംഗിലൂടെ ഇന്ധനമാണ് കത്തിപ്പോകുന്നത്. അതിന്റെ കാർബൺ ഫുട് പ്രിന്റ്, അതിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ഒച്ചമൂലമുണ്ടാക്കുന്ന പൊല്യൂഷനുമുണ്ട്, അല്ലാതെ ഗ്യാസസിന്റെ പൊല്യൂഷനും ഒക്കെ. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം, ഈ 3 വർഷം 3 ഇലക്ഷൻ വരുന്നതോടുകൂടി 3 പിരിവ് വരികയാണ്. കച്ചവടക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു മുറുക്കാൻ കടക്കാരന് പോലും ജീവിക്കാൻ പറ്റാത്ത ഡിമാൻഡാണ്. തൃപ്തിയായി കൊടുത്തില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് കടയുടെ പേരൊക്കെ ഒരു നോട്ടം വെപ്പലുണ്ട്. ഇതെല്ലാം ഒരു ഇലക്ഷന്റെ ഒരു ദിവ്യമായ പ്രവർത്തനത്തിന് ഇത്രയധികം നമുക്കൊരു പക്ഷെ ഇതിന്റെ ഭാഗമായ ഒരാൾ ഞാൻ അതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നു. പക്ഷെ നമുക്ക് ഈ പ്രക്രിയ ഇല്ലാതെ പറ്റുമോ? ഇനി പരമപ്രധാനമായി ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യം, പ്രാദേശികമായി ഒരു കേന്ദ്രഭരണം നിശ്ചയിച്ചു കഴിഞ്ഞ് പ്രാദേശികമായി ഒരു ഇലക്ഷൻ വരാൻ പോകുന്ന സംസ്ഥാനത്തിനെ ചുറ്റിപ്പറ്റി ഒരു കൊലപാതക പരമ്പര, ഒരു വർഗീയ കൊലപാതകം, മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങൾ, സംസ്ഥാനത്തിന്റെയും ലോക്കൽ ബോഡിയുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെയും എല്ലാം തെരഞ്ഞെടുപ്പ് ഒറ്റ അടിക്ക് നടക്കുകയാണെങ്കിൽ നമുക്കിതൊരു 6 മാസം കൊണ്ട് തീരുന്ന ഏർപ്പാടായി തീരും.